അപ്പോൾ നമ്മൾ AK ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ഒത്തിരി പേരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു ഫാമിലി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്താവും അവസ്ഥ എന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇത്താ നോക്കി നോക്കി പലരും ഇങ്ങനെ നോക്കാറില്ല ഗൈസ്, അതാണ് ഒരു സത്യാവസ്ഥ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു വിശേഷമൊക്കെ ചോദിച്ചറിഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണ് പേര്? നൗഷാദ്. വർദ് 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 നിങ്ങൾ വർദ് എന്നൊക്കെ ഒരാൾക്ക്, റോസാപ്പൂവ്. പക്ഷെ ഒരാൾക്ക് ഒരു പേരിടുക എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്തായാലും റോസാപ്പൂ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതാണ്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? നന്നായിട്ടുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫേസ്. എനിവേ, എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ അടുത്ത് പുത്തൻതാണി സ്ഥലം, 1 കിലോമീറ്റർ അടുത്ത് അത്തരത്തിൽ. AK ഹൈപ്പർ മാർക്കറ്റ് ആദ്യമായിട്ടാണ് പുത്തൻതാണി വരുന്നത്. പക്ഷേ തിരൂർ പോയിട്ടുണ്ട്, അറിയാം. അപ്പോൾ എന്താണ് ഇവിടെ വന്നിട്ട് എന്ത് തോന്നുന്നു? അതാണ് പ്രധാനപ്പെട്ടത്. സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ഞങ്ങളിത് വണ്ടിയിട്ട് പോകുമ്പോഴൊക്കെ ഇതൊരു മാള്, പലയിടത്തും പല മാളുകളൊക്കെ തുറക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കും, പോകാറുണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം മാളുകളൊക്കെ നമ്മൾ കറങ്ങാറുണ്ട്. ഇപ്പോൾ എൻ്റെ മോൾക്ക് തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ UAE-യിലായതുകൊണ്ട് അവിടുന്ന് പിന്നെ മാളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടുന്ന് ലുലു മാൾക്കൊക്കെ നന്നായിട്ട് പോകാറുണ്ടായിരുന്നു. ആ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടമാനം യാത്ര ചെയ്തിരുന്നു. പക്ഷേ ഇവിടെയും അതുപോലത്തെ ഒരു മാള് നമ്മുടെ നാട്ടിൽ വന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അതായത് ഗൾഫിലാണോ നിൽക്കുന്നത്, നാട്ടിലാണ് നിൽക്കുന്നത്. സാധാരണ ഈ മാളുകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഈ അടുക്കി വെച്ച സാധനത്തിലൊക്കെ ഒരു കുറവ് കാണാറുണ്ടായിരുന്നു. കുറേ ബാക്കിലേക്കൊക്കെ കാലിയായിട്ട് അല്ലെങ്കിൽ സാധനത്തിന് കുറേ സ്പേസുകൾ കാണാറുണ്ട്. തട്ടിമുട്ടിയിട്ടൊക്കെ അവിടെ കൂടി കുറച്ചൊക്കെ ആണ്ട് വെച്ചിട്ടുണ്ട്, പൂർത്തിയാക്കുന്നൊരു സംഭവമുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ലുലുവിൻ്റെ അതേ ഒരു സെറ്റപ്പിലാണിത് കാണുന്നത്. ഞാൻ അത്രയ്ക്കും ഹൈ ക്വാണ്ടിറ്റിയിലും ഹൈ സെറ്റപ്പിലും അത്രയും കൂടുതൽ ബൾക്കായിട്ട് ഇവർ പർച്ചേസിങ് ചെയ്തിട്ട് അവർ എല്ലാം മുക്കും മൂലയും നോക്കിയിട്ട് എല്ലാ ബ്രാൻഡും പരമാവധി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ര സന്തോഷം വളരെ വലുതാണ്. ഉണ്ടാവും മാത്രമല്ല, ഇത് നമ്മൾ മലപ്പുറം ജില്ലക്കാരായ ആളുകൾ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു നിഗമനത്തിൽ മലപ്പുറം ജില്ല ഇത്രയും വലിയൊരു മാള് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഫാമിലിയിട്ട് നിങ്ങളിവിടെ വന്നൊന്ന് പർച്ചേസിങ് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് കണ്ടു പോകണം എന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. വർദ്ധപ്പം എന്ത് ചെയ്യും? ഞാൻ എൻട്രൻസിന് പഠിക്കുകയാണ്. ഓക്കെ, ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി? ഭൂരിഭാഗം കാലയളവും ഗൾഫിലാണ് ചിലവഴിച്ചത്. ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ കുറേ എനിക്ക് മാളും ഇതേപോലെ സൂപ്പർ മാർക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേപോലെ ലുലു മാൾക്കൊക്കെ ഞാൻ പലരോട് എത്ര പ്രാവശ്യം കൊണ്ടുപോയിക്കുന്നത്. കാരണം നമ്മളെ ചുറ്റുവട്ടത്തൊന്നും ഒരു നല്ല മാളില്ല. അപ്പോൾ ലുലു മാളൊക്കെ തുടങ്ങിയ സമയത്ത് അങ്ങോട്ട് തന്നെ ആയിരുന്നു എപ്പോഴും പോക്ക്. അപ്പോൾ ഇങ്ങനൊരു മാള്, ഇങ്ങനൊരു സൂപ്പർ മാർക്കറ്റൊക്കെ നമ്മുടെ ഒരു ചുറ്റുവട്ടത്ത് വന്നപ്പോൾ ഇനി സുഖമായി. ഇനി പലരോട് ഞാൻ പറഞ്ഞേക്കണേ, ഇനി ഞായറാഴ്ചകളിലൊക്കെ ഒന്ന് ഫ്രീ ആകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരാമെന്നൊക്കെ പലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏതായാലും നല്ലൊരു സുഖമായി എല്ലാവർക്കും. കാരണം ഇത്ര നല്ല വെറൈറ്റി കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചുറ്റുവട്ടത്ത് അങ്ങനെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ അതൊരു നല്ല ഒരു ഡിസിഷനായി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ്. വളരെ പ്രൈസ് കുറവാണ്. ഇതും കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടിരുന്ന ആഗ്രഹം എല്ലാ സാധനത്തിനും വളരെ മറ്റുള്ള കടനെക്കാട്ടൊക്കെ ഒരുപാട് പ്രൈസ് കുറവ് കാണുന്നുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ വരുന്നത് മാത്രമല്ല, അത്രയും നല്ലൊരു സ്ഥാപനം ഇവിടെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഭൂരിഭാഗം ഗൾഫിലായിരുന്നല്ലോ. അപ്പോൾ പല സാധനങ്ങളും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സെറ്റപ്പാണ്. പല ഫോറിൻ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടില്ലല്ലോ, അവിടെയാണ് കിട്ടുക എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് തോന്നുന്നു? ഗൾഫിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുന്നത്, അങ്ങനെ തോന്നുന്നു? അതായത് എനിക്ക് ഗൾഫിലുള്ള ഈ പ്രോഗ്രാം കാണുന്ന മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ ഞാനൊരു 10-25 വർഷം ഗൾഫിലുള്ളതാണ് ആയിരുന്നു. 1989 ഒരു 25 വർഷത്തോളം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞാനൊരുപാട് ഈ ഡ്രൈ ഫുഡ് ആയാലും മറ്റുള്ള ഈ കുട്ടികൾക്കുള്ള മറ്റുള്ള മിഠായിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഗൾഫിൽ തന്നെ കൊണ്ടുവരാറുള്ളത്. പിന്നെ ഇപ്പോൾ ഇനി വരുന്ന മലപ്പുറം ജില്ലക്കാരായുള്ള എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ AK മാളിൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം. പുത്തനത്താണിയിലുള്ള അത് മക്കളെത്തി ഒന്ന് ഈ കുടുംബമായിട്ട് നിങ്ങളൊന്ന് പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റുമാണ്. ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണെന്നുള്ളത് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ഒരുപാട് മാളുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഞാൻ ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. ഏതൊരു വലിയ സ്ഥാപനം വന്നാലും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നെ ഞെട്ടിച്ചു പോയി. പുത്തനത്താണിക്ക് AK മാൾ ഇത്രയും വലിയൊരു സെറ്റപ്പിൽ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിട്ട് ഈ സാധനങ്ങളൊക്കെ ഇത്രയും നല്ല ഹൈ ലെവലിൽ ഇന്നത്തെ ആധുനിക രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച്
ഇതൊക്കെ നിങ്ങൾക്ക് വന്ന് കാണാനും പർച്ചേസ് ചെയ്യാനും നിങ്ങൾ അതിന് നിങ്ങൾ വരണം എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല, പക്ഷേ സംഗതി അടിപൊളിയാണ്. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്.